ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്ന വളരെ ഈസിയും ടേസ്റ്റിയും ഹെൽത്തിയുമായ ഒരു പഴങ്കഞ്ഞി ചോറുമായിട്ടാണ്. എങ്ങനെ നമുക്കിനി ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ വളരെ ഈസിയായ പഴങ്കഞ്ഞി ചോറ് ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്ന പഴങ്കഞ്ഞിക്കായി ഒരു സൈഡ് ഡിഷായി ഞാനിവിടെ ചമ്മന്തിയാണ് അരയ്ക്കുന്നത്. അതിനായി ആവശ്യമായ സാധനങ്ങൾ: തേങ്ങ ചിരുമിയത്, 2-3 ഇതള് കറിവേപ്പില, ഒരു പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഇരുമ്പം പുളി, ഇത് പുളിക്ക് പകരമാണ് ഉപയോഗിക്കുന്നത്, 2-3 കഷ്ണം കൊച്ചുള്ളി, ഉപ്പ്, മുളക് പൊടി. അപ്പോൾ നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അപ്പം ഞാനിവിടെ ഈ ചമ്മന്തി അരയ്ക്കുന്നത് ഒരു മിക്സിയുടെ ചെറിയ ജാറിലാണ്. നമുക്ക് ആദ്യം ഈ തേങ്ങ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് ക്രഷ് ചെയ്തെടുത്താൽ മതി. അതിനുശേഷം നമുക്ക് ഓരോന്നിട്ട് നമുക്ക് നന്നായിട്ട് ചമ്മന്തി അരച്ചെടുക്കാം. അമ്മിക്കല്ലുണ്ടെങ്കിൽ അമ്മിക്കല്ലിൽ തന്നെ അരച്ചെടുക്കുന്നതായിരിക്കും ബെറ്റർ. അപ്പം നമ്മുടെ തേങ്ങ ഒന്ന് ക്രഷ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിലേക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ഇട്ട് അതേപോലെ ക്രഷ് ചെയ്തെടുക്കാം. ഞാനിവിടെ എടുത്തു വെച്ചേക്കുന്ന മുളക് പൊടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഉപ്പ്, മുളക് പൊടി നിങ്ങൾ ആവശ്യത്തിന് ഇടണം. ഓരോരുത്തരുടെ എരി കണക്കാക്കി വേണം നമ്മൾ ഇതിലേക്ക് മുളക് പൊടി ഇടാൻ. ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്ന കൊച്ചുള്ളി നമുക്ക് ഇട്ട് കൊടുക്കാം. ഞാനിതിലേക്ക് കൊച്ചുള്ളി കഷ്ണങ്ങളാക്കിയാണ് ഇട്ടേക്കുന്നത്. ഇതിലേക്ക് ഇരുമ്പം പുളി ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് നമുക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇഞ്ചി ചെറിയ കഷ്ണങ്ങളാക്കിയത് നമുക്ക് ഇട്ട് കൊടുക്കാം. നമുക്കിതൊന്ന് ചെറുതായിട്ട് ക്രഷ് ചെയ്ത് അരച്ചെടുക്കാം. അപ്പം നമുക്ക് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് അരഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ച പച്ചമുളകും കൂടി ഇട്ടതിന് ശേഷം ഒന്നും കൂടെ നമുക്ക് അരച്ചെടുക്കാം. നമ്മുടെ ചമ്മന്തി ഇവിടെ അരഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഓവറായിട്ട് നമ്മുടെ ചമ്മന്തി അരഞ്ഞിട്ടില്ല. ഈ ഒരു പരുവത്തിന് നമ്മളെ ചമ്മന്തി അരഞ്ഞാൽ മതി. അപ്പോൾ നമുക്കിതൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമ്മൾ ഓവറായിട്ട് സ്പീഡിട്ട് അടിച്ചാൽ ചമ്മന്തി നന്നായിട്ട് അരഞ്ഞു പോകും. അതിൻ്റെ ആവശ്യമില്ല. ഇവിടെ ആവശ്യത്തിന് മാത്രം നമുക്ക് അരച്ചെടുത്താൽ മതി. പുളിക്ക് പകരം ഞാനിവിടെ ഇരുമ്പം പുളി ഉപയോഗിച്ചുകൊണ്ട് അതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയായിരിക്കും നമ്മുടെ ചമ്മന്തിക്ക്. പഴങ്കഞ്ഞിക്ക് വേറൊരു സൈഡ് ഡിഷായിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് ഉണക്കമീൻ ഫ്രൈ ആണ്. ഉണക്കമീൻ ഫ്രൈക്ക് വേണ്ടി ഞാൻ ഇവിടെ എടുത്തേക്കുന്ന മീനുകൾ നെത്തോലിയും വാളയുമാണ്. അപ്പം അതിൻ്റെ മസാലയ്ക്കായി ഇവിടെ ഞാൻ ഇട്ടേക്കുന്നത് മഞ്ഞപ്പൊടി, മുളക് പൊടി, ഉപ്പ്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, കുരുമുളക് പൊടി. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പം ആ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഉണക്കമീൻ ഇതിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ ഉണക്കമീൻ നന്നായിട്ട് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ബാക്കിയിരിക്കുന്ന മീനുകൾ നമുക്ക് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. നമ്മളിട്ട നെത്തോലി ഉണക്കമീൻ നന്നായിട്ട് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതും ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഒരുപാട് ഡീപ്പ് ഫ്രൈ ആവരുത്. പഴങ്കഞ്ഞിക്കായിട്ട് കട്ടത്തൈരാണ് യൂസ് ചെയ്യുന്നത്. കട്ടത്തൈരിന് ഞാനൊരു വെറൈറ്റി ആയിട്ട് ഇതൊരു സലാഡ് കണക്ക് അരിഞ്ഞിട്ട് അതിലേക്ക് തൈര് ഒഴിച്ചാണ് ഞാനിവിടെ എടുക്കുന്നത്. അതിനായി ഞാൻ സവാള ഒന്ന് കൊത്തി അരിഞ്ഞത്, പച്ചമുളക്, ഇഞ്ചി, അതിലേക്ക് നമുക്ക് ആവശ്യമായ കട്ടത്തൈര് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. കട്ടത്തൈര് ഒഴിക്കുന്നതായിരിക്കും ബെറ്റർ.
അതിലേക്ക് ആവശ്യമായ ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം കറിവേപ്പില കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. തക്കാളിയൊക്കെ ഇഷ്ടമുള്ളവർക്ക് തക്കാളി വേണമെങ്കിൽ നമുക്കിതിലേക്ക് യൂസ് ചെയ്യാം. നന്നായിട്ട് മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ പഴങ്കഞ്ഞിക്ക് ഇപ്പം 3 സൈഡ് ഡിഷ് നമുക്കായിട്ടുണ്ട്. നമ്മുടെ പഴങ്കഞ്ഞിക്ക് വേറൊരു സൈഡ് ഡിഷായിട്ട് ഞാൻ എടുത്തേക്കുന്നത് മുട്ട ഓംപ്ലേറ്റ് ആണ്. അതിനായി ഞാനിവിടെ എടുത്തത് കൊച്ചുള്ളിയാണ്. സവാളയും കാട്ടി മുട്ട ഓംപ്ലേറ്റ് ഉണ്ടാക്കുമ്പോൾ ഏറ്റവും കൂടുതലും ടേസ്റ്റ് കിട്ടുന്നത് കൊച്ചുള്ളി കൊണ്ട് മുട്ട ഓംപ്ലേറ്റ് ഉണ്ടാക്കുമ്പോഴാണ്. നമുക്ക് കൊച്ചുള്ളി ചെറുതായിട്ട് അരിഞ്ഞിടാം. ഇനി ഇതിലേക്ക് ഒരു പച്ചമുളകാണ് ഞാൻ എടുത്തേക്കുന്നത്. ആ പച്ചമുളക് ചെറുതായിട്ട് നമുക്ക് ഇതിലേക്ക് അരിഞ്ഞിട്ട് കൊടുക്കാം. വലിയ പച്ചമുളകായതുകൊണ്ട് ഞാൻ ഇതിൻ്റെ ഹാഫ് മാത്രമേ ഇതിലേക്ക് ഇടുന്നുള്ളൂ. ഇനി ഇതിലേക്ക് 2 മുട്ടയാണ് ഞാൻ ചേർക്കുന്നത്. ശകലം കുരുമുളക് പൊടിയും കൂടെ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അതൊരു ഓംപ്ലേറ്റിന് ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ഇതിലേക്ക് കുരുമുളക് പൊടി ആഡ് ചെയ്തത്. ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പിട്ടതിന് ശേഷം നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ആയിട്ടുണ്ട്. അത് നമുക്ക് ഫ്രൈ പാനിലേക്ക് ഒഴിച്ച് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഫ്രൈ പാനിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ പാൻ നന്നായി ചൂടായിട്ടുണ്ട്. ഇനി പാനിലേക്ക് നമുക്ക് ആ മുട്ടയുടെ കൂട്ട് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ മുട്ട ഓംപ്ലേറ്റ് നന്നായി മൊരിഞ്ഞു വന്നിട്ടുണ്ട്. പഴങ്കഞ്ഞിക്ക് വേണ്ടിയുള്ള ഈ ചോറ് ഇന്നലെ ഞാൻ വേവിച്ച് വെള്ളത്തിലിട്ട് വെച്ചിരുന്നതാണ്. നമ്മൾ പഴങ്കഞ്ഞിക്ക് എപ്പോഴും ഉപയോഗിക്കുമ്പോൾ തലേക്കുന്ന ദിവസം ചോറ് ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അപ്പം നമുക്കിതൊന്ന് പഴങ്കഞ്ഞി സെറ്റ് ചെയ്തെടുക്കാം. പഴങ്കഞ്ഞി കഴിക്കാൻ ഏറ്റവും ബെറ്റർ ചട്ടിയിലിട്ട് പഴങ്കഞ്ഞി കഴിക്കുന്നതായിരിക്കും എപ്പോഴും ഏറ്റവും ബെറ്റർ. അതിനായിട്ട് ഞാനൊരു ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് പഴങ്കഞ്ഞിയുടെ ചോറിടാം. ഏറ്റവും ഹെൽത്തി ആയ ഒരു ഫുഡിലൊന്നാണ് പഴങ്കഞ്ഞി. പഴങ്കഞ്ഞിക്കുള്ള ചോറ് നമ്മൾ ചട്ടിയിൽ ഇട്ടിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് മാങ്ങ അച്ചാർ വെച്ച് കൊടുക്കാം. അതിലേക്ക് നമുക്ക് നേരത്തെ ഫ്രൈ ചെയ്ത ഉണക്കമീൻ ഫ്രൈ നമുക്കതിലേക്ക് വെച്ച് കൊടുക്കാം. അതിലേക്ക് നമുക്ക് ചമ്മന്തി വെച്ച് കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് തൈര് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് നമുക്ക് ഓംപ്ലേറ്റ് ഫ്രൈ ചെയ്ത് വെച്ച് കൊടുക്കാം. അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന പഴങ്കഞ്ഞി ചോറ് റെഡി ആയിട്ടുണ്ട്. വളരെ ഈസിയാണ്, എന്നാൽ വളരെ ഹെൽത്തിയാണ് നമ്മുടെ ശരീരത്തിന്. ഇത് നമ്മുടെ ശരീരത്തിന് എപ്പോഴും തണുപ്പ് നൽകുന്ന ഒരു ആഹാരമാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയാൽ മാത്രം പോരാ, ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.